ഹായ് ഡിയേഴ്സ്, എല്ലാ കൂട്ടുകാർക്കും ഏഞ്ചൽസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് ആന്തൂര്യത്തിൻ്റെ കട്ട് ഫ്ലവർ ആന്തൂര്യമാണ്. ഇതിൻ്റെ മിനിയേച്ചർ ടൈപ്പ് നമുക്കിന്ന് അവൈലബിൾ ആണ്. നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ ഇങ്ങനത്തെ പൂക്കളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, എന്നാൽ ഇന്ന് നമുക്ക് ഇത് റെയറാണ്. അപ്പോൾ ഇത്രയും ഭംഗിയുള്ള, ഇത്രയും വലിപ്പമുള്ള നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് നമുക്ക് സ്വന്തമാക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കണ്ടോ എന്തൊരു ഭംഗിയാണ് നോക്കി ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ട്. ഇത്രയും വലിപ്പമുള്ള ഫ്ലവറും അതുപോലെ തന്നെ വലിപ്പമുള്ള ചെടികളുമാണിത്. ഇതിൻ്റെ ഫ്ലവർ നമുക്ക് പണ്ടൊക്കെ നമ്മൾ വീട്ടിലൊക്കെ വന്ന് ഇതിൻ്റെ ഫ്ലവറൊക്കെ കട്ട് ചെയ്ത് ആൾക്കാർ കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് നല്ല അടിപൊളി ബൊക്കെ ഉണ്ടാക്കാനും അതുപോലെ ഡെക്കറേഷൻസിനും ഒക്കെ നമ്മൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അത്രയും വലിപ്പമുള്ള ഫ്ലവേഴ്സാണ് ഇതിലുള്ളത്. ഈ ഫ്ലവർ പോലെ തന്നെ വലിപ്പമാണ് ഇതിൻ്റെ ചെടിക്കും. ഇതിൻ്റെ ഭംഗി ഇതുപോലെ നിലനിർത്തണമെങ്കിൽ ഇത് നല്ലൊരു ഷെയ്ഡിലൊക്കെ വെച്ച് വളർത്തുക. കുറച്ചൊക്കെ കെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഒരു ചെടിയിൽ നിന്ന് ഒത്തിരി പ്ലാന്റ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഇതിൽ നിന്ന് ഒരു ചെടിയിൽ നിന്ന് നമുക്ക് കുറേ അധികം കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സ് നമുക്ക് ഉണ്ടാക്കി അത് നമ്മൾ പിരിച്ച് വെച്ച് നമുക്ക് പുതിയ പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാം. ഇതിൻ്റെ 4 കളേഴ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ കേട്ടോ. കാരണം റെഡ് തന്നെ 3 സൈസിലുള്ള റെഡ് ഉണ്ട്, പിന്നെ ഒരു പിങ്ക് കളർ. ഇത്രയും വലിപ്പമുള്ള ഫ്ലവേഴ്സാണ് നിങ്ങൾക്ക് ഞങ്ങൾ അയച്ചു തരുന്നത്. ഇനി ഇതിൻ്റെ ചെറിയ പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. അത് നമ്മൾ മുന്നൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ആന്തൂര്യത്തിൻ്റെ ഒത്തിരി കളക്ഷൻസ് നമുക്ക് റെഡിയാണ് കേട്ടോ. അപ്പോൾ ആന്തൂര്യത്തിൻ്റെ മിനിയേച്ചർ ടൈപ്പും ഈ വലിയ ടൈപ്പും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് വേഗം തന്നെ നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക. അതുപോലെ നമ്മൾ ചിലർ ചോദിക്കാറുണ്ട് ഇതിൻ്റെ പോട്ട് മിക്സ് എന്താണെന്ന്. നമ്മൾ സാധാരണ നടുന്നത് ഇത് അത്യാവശ്യം വലിപ്പമുള്ള വലിയ പ്ലാന്റ് ആണെങ്കിൽ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ചട്ടി എടുക്കുക. അതിൻ്റെ ഹോൾ അടഞ്ഞു പോകാതിരിക്കാനായിട്ട് ബ്രിക്സിൻ്റെയോ അല്ലെങ്കിൽ ഹോളോ ബ്രിക്സിൻ്റെ കഷ്ണമോ നമ്മൾ ഇട്ട് കൊടുക്കുക. അതിനുശേഷം കൊക്കോ ചിപ്സ് അടിയിലായിട്ട് ഇട്ട് കൊടുക്കുക. അതിന് മുകളിലായിട്ട് കരിക്കട്ട ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒരു ലെയറായിട്ട് കൊക്കോ ചിപ്സ് ഇട്ട് കൊടുക്കുക. അതിന് നടുക്കായിട്ട് നമ്മൾ ഈ പ്ലാന്റിനെ സെറ്റ് ചെയ്യുക. അതിന് മുകളിൽ ഇതുപോലെ തന്നെ നമ്മൾ വീണ്ടും ലെയറായിട്ട് ഇട്ട് കൊടുക്കുക. ഏറ്റവും മുകളിലായിട്ട് നമ്മുടെ ചകിരി, നല്ല ഉണങ്ങിയ ചകിരിയുടെ ഉള്ളിലെ സോഫ്റ്റായ ഭാഗം നമ്മൾ വെച്ച് കവർ ചെയ്യുക. എന്നിട്ട് നമ്മൾ നന്നായിട്ട് നനച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ നല്ല ഷെയ്ഡിൽ വെച്ച് കൊടുക്കുക. അത്യാവശ്യം നല്ല വെട്ടം കിട്ടുന്നിടത്ത് വേണം കേട്ടോ ഇത് വളർത്തിയെടുക്കാനായിട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഭംഗിയുള്ള ഫ്ലവേഴ്സ് നമുക്ക് ഈസി ആയിട്ട്